ഹലോ, ഇത് നമ്മുടെ ഒരു ശതാവരി തൈയാണ്. ശതാവരി നിൽക്കുന്നത് ഒരു ചെറിയ ചാക്കിലാണ്. അപ്പം ഈ ചാക്കിനകത്ത് ഞാൻ മണ്ണൊക്കെ നിറച്ചിട്ട് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയൊരു ശതാവരി തൈ ആയിരുന്നു. ഒരു കുഞ്ഞു തൈ, എൻ്റെ ഒരു വിരലിൻ്റെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൊരു തൈ. ആ തൈ കൊണ്ടുവന്ന് ഞാൻ ഈ ചാക്കിൽ നട്ട് വെച്ചിരുന്നതാണ്. അപ്പം അതിൻ്റെ ചോട്ടിൽ നമ്മൾ വളമായിട്ട് കിച്ചൺ വേസ്റ്റൊക്കെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം എങ്ങനെയോ അതിനകത്ത് കിച്ചൺ വേസ്റ്റിൻ്റെ കൂട്ടത്തിലൊരു റംബൂട്ടാൻ്റെ കുരു പെട്ടിട്ടുണ്ടായിരുന്നു. ആ കുരു ഇതിനകത്ത് നിന്ന് മുളച്ച് ഇത്രയേ ആയിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പം എൻ്റെ മോൾ SPCയിലുണ്ട്. അപ്പോൾ അവൾക്ക് ഏതെങ്കിലും ഒരു വൃക്ഷത്തൈ കിളിപ്പിക്കുന്നതും അതിനെ പരിചരിക്കുന്നതും ഒക്കെ ആയിട്ട് കുഴിച്ച് ഡയറി എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ നമുക്ക് ഇതിൽ നിന്ന് റംബൂട്ടാനെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് മാറ്റി കിളിപ്പിക്കാനായിട്ട് ഞാൻ ഈ ചാക്ക് മുറിക്കുവാണേ. അപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ശതാവരിയുടെ കിഴങ്ങും കിട്ടുമല്ലോ. അപ്പം ഞാനിത് മുറിക്കാൻ തുടങ്ങുക. ഞാനത് വേറൊരു ചാക്കിൽ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് ഈ ചാക്കിൽ നിന്ന് ഇതിനെടുത്ത് കഴിയുമ്പോൾ ഈ ശതാവരി കിഴങ്ങിനെ റീപ്ലാന്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചാക്കിൽ മണ്ണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ശതാവരി ചാക്ക് തീർത്തെടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് ചാക്ക് കീറിയെടുക്കണം. നമ്മുടെ ശതാവരി കിഴങ്ങിനകത്ത് ചാക്ക് നമ്മൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ റംബൂട്ടാൻ്റെ തൈ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കണം. അതാണ് ഇപ്പോൾ ഈ ശതാവരിയുടെ റംബൂട്ടാൻ്റെ എല്ലാം കൂടെ വേരിങ്ങനെ നിറഞ്ഞ് നിൽക്കുക. നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. വേര് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിന് മുള്ളുള്ളത് കൊണ്ട് കൈ കൊണ്ട് പൊക്കാനും പറ്റുന്നില്ല. ഞാൻ പൈപ്പിൻ്റെ ചോട്ടിലോട്ട് പൊക്കി വെച്ചിട്ട് പൈപ്പ് തുറന്ന് വെച്ച് ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ടേ പിന്നെ ഈ റംബൂട്ടാനെ ആദ്യം വേര് പൊട്ടാതെ ഇളക്കിയെടുക്കാനുള്ള ശ്രമമാണ്. ഇതുണ്ടോ? വേര് പൊട്ടാതെ ഇതിനെ റംബൂട്ടാനെ ഇളക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അപ്പോൾ അതേ ശതാവരിയുടെ കിഴങ്ങ് ചെറിയ ചാക്കിൽ നിന്നുകൊണ്ടായിരിക്കും കിഴങ്ങ് അത്ര വലുതായില്ല. കിഴങ്ങുകളും കിട്ടുന്നുണ്ട്. ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമായി ശതാവരിയുടെ കിഴങ്ങ്. നമുക്ക് ശതാവരി കുളം ലേഹ്യത്തിലെ ശതാവരി കൽപ്പോ എന്നൊക്കെ പറഞ്ഞ് ലേഹ്യം വാങ്ങിക്കാൻ കിട്ടത്തില്ലേ? ആ ലേഹ്യത്തിലെ പ്രധാന ഇൻഗ്രീഡിയൻസാണ് ഈ ശതാവരി. ഇത് വെച്ച് നമുക്ക് പിള്ളേർക്ക് പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ ഇത് പാലിലിട്ട് കാച്ചി കൊടുക്കാനൊക്കെ കൊള്ളാം. പിന്നെ ഇതിൻ്റെ ശതാവരിയുടെ കിഴങ്ങ് അച്ചാറിടാൻ നല്ലതാണ്. പക്ഷേ കിഴങ്ങ് അങ്ങോട്ട് ചാക്കി ചെയ്യുന്നതുകൊണ്ടായിരിക്കും നല്ല ഹെൽത്തി ആയിട്ട് വന്നില്ല. മൊത്തം വേരുകൾ നിറഞ്ഞു നിൽക്കുക. അത്യാവശ്യം ഉള്ള കിഴങ്ങുകളെല്ലാം ഞാൻ നടത്തിയെടുക്കുന്നുണ്ട്. ഇച്ചിരി നല്ല കിഴങ്ങുകളുള്ളതിനെയല്ലാതെ. ഇത് വേണ്ട, 1-2 കിഴങ്ങൊക്കെ ഇതുപോലെ നമുക്ക് നന്നായി കിട്ടിയിട്ടുള്ളൂ. ടാങ്കിലെ വെള്ളം തീർന്നാലും ഇത് ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാഷാഅല്ലാഹ് ഇളക്കി കിട്ടിയിട്ടുണ്ട്. ഇതിനെയായിരുന്നു വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇതുണ്ടോ, നമ്മൾ ഇളക്കാൻ ഉദ്ദേശിച്ചത് ഈ റംബൂട്ടാൻ തൈയാണ്. അതെന്തായാലും അൽഹംദുലില്ലാഹ് വേര് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് ഒരു കുഴിയെടുത്ത് കുഴിച്ച് വെക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ശതാവരി ഈ നിറച്ച ചാക്കിലോട്ട് റീപ്ലാന്റ് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.